ഹലോ. അപ്പോൾ നമ്മൾ ലാസ്റ്റ് വീഡിയോ ചെയ്തപ്പോൾ നമുക്കൊരു കമൻ്റ് ഉണ്ടായിരുന്നു, നമ്മുടെ കിച്ചൺ സിങ്ക് വൈറ്റ് സിങ്കൊക്കെ എങ്ങനെയാണ് ക്ലീൻ ചെയ്യുന്നത് എന്നുള്ള ഒരു വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതാണ് ഞാനിവിടെ ഷെയർ ചെയ്യണത്. ഇപ്പോൾ ഇതിൽ ഞാൻ ആ 2 ഡേയ്സ് ക്ലീൻ ചെയ്യാതെ എന്ന് വെച്ചാൽ ആ ഒരു ഡീപ്പ് ക്ലീൻ ചെയ്യാണ്ട് വിട്ടിട്ടുള്ള ഒരു സിങ്കാണ്. അപ്പോൾ നമ്മുടെ സിങ്കും ഇങ്ങനെ ക്ലീൻ ചെയ്തിട്ടില്ലെങ്കിൽ ആ ഒരു ഏരിയയിൽ നല്ല സ്റ്റെയിനൊക്കെ വരാറുണ്ട്. അപ്പോൾ ആ ഒരു ഡ്രെയിനേജിൻ്റെ സറൗണ്ടിങ്ങിൽ കാണിക്കുന്നത് നമ്മുടെ ടീയുടെ ഒക്കെ സ്റ്റെയിനാണ്. പിന്നെ അതുപോലെ ഇതിൻ്റെ കോർണറിൽ മറ്റേ നമ്മുടെ അനാറിൻ്റെ ഒക്കെ സ്റ്റെയിൻ ഉണ്ട്. അതിപ്പോൾ വീഡിയോയിൽ ക്ലിയർ ആവുന്നുണ്ടോ എന്നറിയില്ല. ഇവിടെ നല്ല രീതിയിൽ തന്നെ യെല്ലോ സ്റ്റെയിൻ ഉണ്ട്. അപ്പോൾ അത് ഞാനിപ്പോൾ ഇവിടെ ഇട്ട് കൊടുത്തിട്ടുള്ളത് ബേക്കിംഗ് സോഡ ആണ്. അപ്പോൾ ബേക്കിംഗ് സോഡ ഞാൻ ആദ്യം ഒന്ന് സിങ്ക് നനച്ച് കൊടുത്തിട്ട് പിന്നെ ബേക്കിംഗ് സോഡ ഇട്ടെടുത്തതാണ്. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ 10 മിനിറ്റ്സ് കഴിഞ്ഞിട്ട് വാഷ് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ അപ്പോൾ തന്നെയാണ് വാഷ് ചെയ്തെടുത്തിട്ടുള്ളത്. വേറെ സ്റ്റെയിനും കാര്യങ്ങളൊന്നുമില്ല. ആ ഒരു ടീയുടെയും പിന്നെ അനാർ കട്ട് ചെയ്തതിൻ്റെ ഒരു സ്റ്റെയിൻ ഒരു കോർണറിലായിട്ട് നല്ലോണം ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കൂടെ ഇതുപോലെ ഒന്ന് സ്പോഞ്ച് വെച്ചിട്ട്, സ്ക്രബ്ബർ യൂസ് ചെയ്യുന്നില്ല, സ്പോഞ്ച് വെച്ചിട്ടാണ് ഒന്ന് റബ്ബ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ നല്ല രീതിയിൽ തന്നെ എല്ലാ കോർണേഴ്സും ഒന്ന് റബ്ബ് ചെയ്ത് കൊടുക്കുന്നത്. ഈ കോർണറിലാണ് നമുക്ക് കൂടുതലായിട്ട് സ്റ്റെയിൻ നിന്നിട്ടുള്ളത്. അപ്പോൾ ഇതൊക്കെ ഇതുപോലെ ഒന്ന് റബ്ബ് ചെയ്ത് കൊടുത്തിട്ട് വാഷ് ചെയ്തിട്ടുണ്ടെങ്കിൽ തന്നെ നല്ല രീതിയിൽ ക്ലീനായി കിട്ടുന്നുണ്ട്. ഇനി വേണമെങ്കിൽ നമുക്കിതൊന്ന് വാഷ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം വിനെഗർ യൂസ് ചെയ്തിട്ടൊന്ന് തുടച്ചും കൂടെ എടുത്തിട്ടുണ്ടെങ്കിൽ നല്ല ഗ്ലേസിങ്ങും ഫിനിഷിങ്ങും ഒരു സ്റ്റെയിനൊക്കെ നല്ല രീതിയിൽ തന്നെ പോയി കിട്ടുന്നതാണ്. അപ്പോൾ ഞാനിവിടെ വിനെഗർ യൂസ് ചെയ്യുന്നില്ല, അല്ലാണ്ട് തന്നെ സ്റ്റെയിന് പോയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതൊന്നും അല്ല, നമുക്ക് വേറെ മെത്തേഡിലാണ് ക്ലീൻ ചെയ്യേണ്ടതെങ്കിൽ നമുക്ക് ടൈൽ ക്ലീനിങ്ങിൻ്റെ ആസിഡ് കിട്ടും. അപ്പോൾ അത് വീക്ക്ലി വൺസ് അതൊക്കെ യൂസ് ചെയ്യുകയാണെങ്കിൽ വീക്ക്ലി വൺസ് മാത്രം ഒന്ന് യൂസ് ചെയ്യുമ്പോൾ തന്നെ അത് ഡൈല്യൂട്ട് ചെയ്തിട്ട് വേണം യൂസ് ചെയ്യാനായിട്ട്. അപ്പോൾ അങ്ങനെ നമുക്ക് സിങ്കൊക്കെ വൈറ്റ് സിങ്കൊക്കെ ക്ലീൻ ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ നമ്മുടെ നാച്ചുറൽ ആൻഡ് നല്ലൊരു മെത്തേഡാണ് ഇപ്പോൾ കാണിച്ചിട്ടുള്ളത് ബേക്കിംഗ് സോഡ. അതുപോലെ തന്നെ നല്ല സ്റ്റെയിനൊക്കെ ആണെങ്കിൽ ബേക്കിംഗ് സോഡ സിങ്കൊന്ന് നനച്ച് കൊടുത്തതിന് ശേഷം ബേക്കിംഗ് സോഡ നല്ല രീതിയിൽ സ്പ്രെഡ് ചെയ്തിട്ട് പിന്നെ ഒരു ഹാഫ് ആൻ അവറൊക്കെ കഴിഞ്ഞതിന് ശേഷം നമുക്കൊരു നാരങ്ങയുടെയൊക്കെ ഒരു ഹാഫ് പോർഷനൊക്കെ വെച്ചിട്ട് നല്ല രീതിയിൽ റബ്ബ് ചെയ്ത് കൊടുക്കുക. പിന്നെ ഒരു 10 മിനിറ്റ്സ് കഴിഞ്ഞിട്ട് വാഷ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ തന്നെ സ്റ്റെയിനൊക്കെ റിമൂവായി കിട്ടുന്നതാണ്. ഇനി മെയിനായിട്ടൊരു കാര്യം ഷെയർ ചെയ്യാനായിട്ടുള്ളത്, നമ്മൾ ബേക്കിംഗ് സോഡയും വിനെഗറും ഒരുമിച്ച് യൂസ് ചെയ്യാണ്ടിരിക്കുക. അപ്പോൾ ബേക്കിംഗ് സോഡ നല്ലൊരു ക്ലീനറാണ്, അതുപോലെ തന്നെയാണ് വിനെഗറും നല്ലൊരു ക്ലീനിങ് സൊല്യൂഷനാണ്. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും അത് രണ്ടും മിക്സ് ചെയ്ത് യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നല്ല രീതിയിൽ ക്ലീനായി കിട്ടും എന്നുള്ളൊരു ചിന്തയിലാണ് എല്ലാവരും അങ്ങനെ മിക്സ് ചെയ്ത് യൂസ് ചെയ്യുന്നത്. പക്ഷേ രണ്ടും മിക്സ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഓരോന്നും ന്യൂട്രലൈസ് ആയി പോകുന്നതാണ് അതിൻ്റെ. അപ്പോൾ രണ്ടും മിക്സ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഒരു എഫക്റ്റ് നമുക്ക് കിട്ടില്ല. അതുകൊണ്ട് തന്നെ നമ്മളത് രണ്ടും യൂസ് ചെയ്യുകയാണെങ്കിൽ ഒന്നുകിൽ ബേക്കിംഗ് സോഡ യൂസ് ചെയ്തതിന് ശേഷം വിനെഗർ യൂസ് ചെയ്യുക, അല്ലെങ്കിൽ വൈസ് വേഴ്സ, അങ്ങനെ ചെയ്യാം. അപ്പോൾ ഈ ഒരു വീഡിയോ ഹെൽപ്ഫുൾ ആയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്.